കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക്, പ്രത്യേകിച്ച് അർജന്റീന ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് അടുത്ത വർഷം ടീം കേരളം സന്ദർശിച്ചേക്കും. നാളെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർണായക വാർത്താ സമ്മേളനം നടത്തും. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ആദ്യഘട്ടത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നു, അതിനുശേഷം മന്ത്രിയും സംഘവും സ്പെയിനിലേക്ക് പോയി ചർച്ചകൾ നടത്തുന്നു. കേരളത്തിലേക്ക് ടീം എത്തുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തീയതി അതെന്നായിരിക്കും എന്ന് മാത്രമായിരുന്നു അറിയേണ്ടത്. നാളത്തെ പ്രഖ്യാപനത്തോടു കൂടി ആ സസ്പെൻസ് അങ്ങ് തീരുമല്ലേ? നാളെ രാവിലെ 9:30 മണിക്കാണ് ആ വാർത്താ സമ്മേളനം വി അബ്ദുറഹ്മാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ ഏവരും കാത്തിരിക്കുന്ന സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒക്ടോബർ മാസം, അടുത്ത വർഷം ഒക്ടോബർ മാസത്തിൽ അർജന്റീനൻ ടീം ഇന്ത്യയിലേക്ക് എത്തും, കേരളത്തിലേക്ക് എത്തും. കേരളത്തിൽ 2 മത്സരങ്ങൾ എന്നുള്ളതാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രമുഖരായിട്ടുള്ള 2 ഏഷ്യൻ ടീമുകളായിരിക്കും എതിരാളികൾ എന്നുള്ള കാര്യത്തിലും ഏകദേശം ധാരണയാകുന്നു. ഇനിയിപ്പോൾ ഈ സമയമൊക്കെ സംബന്ധിച്ച കാര്യത്തിലുള്ള വ്യക്തത വരുത്തേണ്ടത് മന്ത്രിയാണ്. 9:30 വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പറയാം എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. നിലവിൽ എന്തായാലും അർജന്റീന ടീം വരുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നു. അത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയായിരുന്നു. ഇതിന്റെ ചിലവടക്കമുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും അഭിപ്രായ ഭിന്നതയും ഒക്കെ നിലനിൽക്കുകയായിരുന്നു. അതിനെല്ലാം ഒടുവിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അർജന്റീന എന്തായാലും ഇവിടേക്ക് എത്തും. ആ ടീമിൽ, അതായത് കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് നേടിയ ടീമുണ്ട്, അതേ ടീമിനെ തന്നെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതായത് അർജന്റീനൻ ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഡിമരിയും അതോടൊപ്പം തന്നെ മെസ്സിയും അടങ്ങുന്ന ആ വമ്പൻ ടീം എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആ ടീമിൽ ആരെങ്കിലുമൊക്കെ മെസ്സി അടക്കമുള്ളവരെ കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും മെസ്സി ഇല്ലാതെ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകില്ല. മെസ്സിയാണ് നമ്മുടെയൊക്കെ മനസ്സിലെ സാധാരണക്കാരായ ഫുട്ബോൾ പ്രേമികളുടെ ഇപ്പോഴത്തെ ഒരു അർജന്റീന എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും മെസ്സിയുടെ വരവ് സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനവും പ്രധാനമാണ്. ആ വിഷയത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ചർച്ചകൾ നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ടീമിനെ, ലോകകപ്പ് നേടിയ അതേ ടീമിനെ തന്നെ എത്തിക്കാനുള്ള ശ്രമം തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 9:30 വരെ ആകാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്താണ് മന്ത്രിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ പൂജ. തീർച്ചയായിട്ടും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, അർജന്റീന ആരാധകരെ സംബന്ധിച്ച് നാളത്തെ 9:30 എന്ന് പറയുന്ന ഒരു സമയം നിർണായകം തന്നെയാണ്. അമൽ, ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടം മുതൽ പലരും ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അതിൽ പ്രത്യേകിച്ചും ഈ ലോകകപ്പ് നേടിയ അതേ ടീം, മെസ്സി ഉൾപ്പെടെയുള്ള ഒരു സംഘമാണോ വരുന്നത് എന്നായിരുന്നു ആകാംക്ഷ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കൂടി ചിന്തിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ കേരളം പറയുന്ന വെള്ളയും നീലയും നിറത്തിലേക്ക് മാറും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. മെസ്സി ഉണ്ട് എന്നൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ യുവത ഫുട്ബോൾ പ്രേമികൾ ഏറ്റെടുക്കുക മറ്റൊരു തരത്തിലായിരിക്കും. ആവേശം വാരി വിതറുന്ന ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ മത്സരം നടക്കുന്നത് ഒരുപക്ഷെ കൊച്ചി അല്ലെങ്കിൽ തിരുവനന്തപുരം, ഈ 2 സ്ഥലങ്ങളാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്തെ സ്റ്റേഡിയം, കാര്യവട്ടത്തെ സ്റ്റേഡിയം, ഈ 2 സ്റ്റേഡിയങ്ങളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. മെസ്സിയെ എത്തിക്കും എന്നുള്ളത് നേരത്തെ മന്ത്രി പറഞ്ഞപ്പോൾ ഒരു തമാശയായാണ് പല ഘട്ടങ്ങളിലും എടുത്തത്. കാരണം അർജന്റീനയും കേരളത്തിലേക്ക് എത്തുക, ഈ കേരളത്തിൽ വന്നൊരു കളി നടത്തുക, അങ്ങനെ ഒക്കെ അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷെ കൃത്യമായി തന്നെ കായിക വകുപ്പിന്റെ ഒരു ഫോളോ അപ്പ് ആ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മന്ത്രി സ്പെയിനിൽ പോയി അവിടെ വെച്ച് ചർച്ച നടത്തുന്നു. ആ ചർച്ചയിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ചർച്ച വിജയം കണ്ടു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സന്തോഷകരമായ അർജന്റീനിയൻ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആവേശം പകരുന്ന ഒരു തീരുമാനമാണ്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും വലിയ ചിലവിന്റെ ഒരു വിഷയം കൂടിയുണ്ട്. 100 കോടി എന്നുള്ളതാണ് നേരത്തെ കായിക വകുപ്പ് വ്യക്തമാക്കിയിരുന്നത് അർജന്റീന ടീം കേരളത്തിലെത്തി കളിച്ചു പോകുന്നതിന്. അപ്പോൾ അത്ര ഭീമമായ ഒരു തുക എവിടുന്ന് കണ്ടെത്തും എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നു. നിലവിൽ നടക്കുന്ന ആലോചന എന്ന് പറയുന്നത് സ്പോൺസർമാരെ കണ്ടെത്തി കളി പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ അതിന് ചിലവ് കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 100 കോടി രൂപ എടുത്തുകൊടുത്ത് അർജന്റീന ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് കളി നടത്തി ആരാധകരെ സന്തോഷിപ്പിച്ച് മടക്കി അയക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല, സാമ്പത്തിക സ്ഥിതിയല്ല ഉള്ളത്. പല പദ്ധതികളും അവതാളത്തിലാണ്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് പോലും മാറാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോഴാണ് 100 കോടി കൊടുത്ത് അർജന്റീന ടീമിനെ കൊണ്ടിരുന്നത്. അതെന്തായാലും നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായും സ്പോൺസർഷിപ്പിലൂടെ ഈ തുക കണ്ടെത്തുക എന്നൊരു നീക്കമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ഈ പറഞ്ഞ കാര്യത്തിലെല്ലാം, ഈ സ്പോൺസർഷിപ്പ് അടക്കമുള്ള ഇവിടെ കളി നടക്കുമെന്നടക്കമുള്ള കാര്യത്തിലും അതോടൊപ്പം തന്നെ ഈ ടീമിന്റെ ഘടന സംബന്ധിച്ച കാര്യത്തിലുമെല്ലാം ഈ എതിരാളികൾ ആര്, ഇന്ത്യൻ ടീമുമായിട്ടൊന്നും ഒരു കാരണവശാലും കളിക്കാനുള്ള സാധ്യതയില്ല. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും 2 ടീമുകളായിരിക്കും എതിരാളികളായി സൗഹൃദ മത്സരത്തിന് ഉണ്ടാകുക. അതടക്കമുള്ള വിഷയങ്ങളിലും മന്ത്രി നാളെ വ്യക്തത വരുത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും ഫുട്ബോൾ പ്രേമികൾക്ക് ആഹ്ലാദിക്കാം. അർജന്റീന ടീം വരുന്നുണ്ട്. അതിൽ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിന്റെ ഫുട്ബോൾ ആവേശം അത് അന്താരാഷ്ട്ര തലത്തിൽ പോലും പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ്. ഈ ലോകകപ്പ് വിജയത്തിന് ശേഷം പോലും അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ അവരുൾപ്പെടെ കേരളത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് പോലും പോസ്റ്റ് എടുത്ത പോലെ നമ്മൾ കണ്ടതാണ്. വല്ലാത്തൊരു ആവേശം തന്നെയാണ്. ഈ ഒരു സൂചനകൾ പുറത്തു വന്നതു മുതൽ
ടീം കേരളത്തിലേക്ക് എത്തുമോ, അതിൽ മെസ്സി ഉൾപ്പെടുന്ന സംഘം ഉണ്ടാകുമോ എന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം നാളെ ഉണ്ടാകുന്നതായിരിക്കും.